Since I left the city. വാ പോവാം. അങ്ങനെ ശിവയും ഇഷയും കൂടെ നേരെ ആ കഫേയുടെ ഉള്ളിലോട്ട് കയറി. അപ്പൊ ഇവരുടെ രണ്ടാമത്തെ മേലെയും ഫ്ലവർ സ്റ്റോപ്പ് ചെയ്തു. ആക്ച്വലി രണ്ടിനവിടെ എന്താ നടക്കുന്നതെന്ന് മനസ്സിലാവാണ്ട് കിളി പോയി നിൽക്കുവാണ്. Congratulations sir, നിങ്ങളാണ് couple of the day. Sir, this is a small gift from our side. Thanks. A few moments later. ഗൈസ് അങ്ങനെ രണ്ടും കൂടെ ചിരിയൊക്കെ അടക്കി നേരൊരു ടേബിളിന്റെ ഫ്രണ്ടിൽ പോയിരുന്നു. അവിടെന്ന് ചിരിക്കാൻ പറ്റാത്തതിന്റെ എല്ലാ വശവും അവരിവിടെ ഇരുന്ന് ചിരിച്ചു തീർത്തു. നിനക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ പെണ്ണെ നിർത്താൻ മടിയിലിരിക്കാണ് എനിക്ക് പേരിട്ടത്. എനിക്കൊരു പേരുണ്ട്. ഓ എന്താണോ ആ പേര്? ഇഷ. You're the light, you're the night, you're the color of my blood. You're the cure, you're the pain, you're the only thing I wanna touch. Never knew that it could. ഏഷ്യോ? എടോ ഈശയല്ല ഇഷ. ഈശ മേഡം ഇതോ നല്ല മടിയിട്ടാണ് എനിക്ക് കേട്ടത്. ഈ മഹാന്റെ പേരെന്താണോ? ശിവ. താങ്ക് യു. സാർ മാഡം നിങ്ങളുടെ ഓർഡർ. ഇഷ നിനക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ ഓക്കെ സാർ. എനിക്ക് ഒരു ബർഗറും പെപ്സി. എനിക്ക് അതൊന്നും മതി. ഓക്കെ മാം. സാർ യുവർ ഓർഡർ വിൽ ബി റീച്ച് സൂൺ. പിന്നെ മണി ഷെയറാണേ. ഓക്കെ ഓക്കെ. ആ കപ്പിൾസിന് റൊമാൻറ്റിക് ആയിട്ട് സംസാരിക്കുന്നതെന്ന് അറിയാമോ? എനിക്ക് ആ കപ്പിൾസിന് ഇഷ്ടമായി. എന്ത് റൊമാൻറ്റിക് ആയിട്ടാണ് സംസാരിക്കുന്നത്? മേഡം സാർ ഇതിലെന്തെങ്കിലും എഴുതി ആ ബോർഡിൽ പേസ്റ്റ് ചെയ്തോളൂ. അതെന്തിനാ? അതിവിടെ നിന്ന് കപ്പിൾസിനെ ഓർമ്മിക്കാം. ഓ അങ്ങനെ. എടാ നമ്മൾ കപ്പിൾസ് അല്ലല്ലോ. പക്ഷെ അവരെങ്ങനെ വിചാരിച്ചിരിക്കുന്നു. നമുക്കതുകൊണ്ട് തന്നെ ഡിസ്കൗണ്ട് കിട്ടിയാലോ? അതും ശരിയാ. അങ്ങനെ അവരുടെ സൈലന്റ് കോൺവെർസേഷൻ ഒക്കെ കഴിഞ്ഞ് ഈശ സ്റ്റാഫിനോട് പറഞ്ഞു, അതിങ്ങോട്ട് തന്നോളൂ. ഓക്കെ മാം. ശിവ നമുക്കിതിന് മുമ്പേ ഒന്നും പേര് എഴുതാമോ? അതാ നല്ലത്. അങ്ങനെ രണ്ടാളുടെ പേര് എഴുതി ആ ബോർഡിൽ പേസ്റ്റ് ചെയ്തു. ഫുഡ് ആണല്ലോ. വാ വേഗം വയ്ക്കാം. മെല്ലെ കഴിച്ചാ പോരെ? എപ്പോ ഓരോ ദിവസം ഞങ്ങൾ പേര് ഇവിടെ എത്താന്ന് അറിയില്ല. അപ്പൊ നമുക്ക് മെല്ലെ കഴിക്കണം പോലും. വേഗം കഴിച്ചോളാം. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞ് രണ്ടും ഫുഡ് കഴിച്ചിട്ട് ബില്ലിംഗ് കൗണ്ടറിലേക്ക് പോയി. അതവരുടെ ഫോട്ടോയിരുന്നു. അവരറിയാതെ അവരിരുന്ന് സംസാരിക്കുന്ന സമയത്ത് എടുത്തവരുടെ ഫോട്ടോ. ഫോട്ടോ പൊളിയായിട്ടുണ്ടല്ലേ? സത്യം ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാനും. ശരി നമുക്ക് പോവാം. എങ്ങോട്ട് പോവാൻ? അതൊരു നല്ല ക്വസ്റ്റ്യൻ. പറ, എങ്ങോട്ട് പോയി? നമുക്ക് ഗസ്റ്റ് ഹൗസിലോട്ട് പോയാലോ? എന്നിട്ട് ഒരു 6-7 days കഴിഞ്ഞിട്ട് നാട്ടിൽ പോവാം. അതായത് 1 week. അതന്നെ. ഓക്കെ, നീ അങ്ങോട്ടുള്ള റൂട്ട് പറ. A few moments later. ആഹാ കൊള്ളാലോ. പിന്നല്ല. അല്ല മോളീഷ, ഇത് ക്ലീനാണോ? ക്ലീനാണ്. ഞാനിവിടുത്തെ കാര്യത്തിന് വിളിച്ച് പറഞ്ഞിരുന്നു. ഇവിടെ മൊത്തം 4 മുറിയുണ്ട്. 2 മുകളിലും 2 താഴെ. താഴത്തെ 3 ക്ലീൻ ചെയ്തിട്ടില്ല. മേലത്തെ ലെഫ്റ്റ് ഉള്ളത്
ശിവ, റൂം കുറച്ച് ഡാർക്കാണ്. പേടിയില്ലല്ലോ അല്ലേ? ഈ ശിവയ്ക്ക് പേടിയോ? നെവർ. എന്നാ നീ ഫ്രഷ് ആയിട്ട് വാ. ഏയ് അത്ര ഡാർക്കൊന്നുമില്ല. A few moments later. എടാ, ഇപ്പൊ സമയം 1:50. ഫുഡ് കഴിക്കണ്ടേ? വേണം, നമുക്കിപ്പോ ഫുഡ് ഓർഡർ ചെയ്യാം. ഓക്കെ. ഗൈസ്, അങ്ങനെ ഒരു ഫുഡ് ഓർഡർ ചെയ്തു. ഫുഡ് വന്നു, ഫുഡും കഴിച്ചു കഴിഞ്ഞു. ശിവ, എടാ ഇപ്പൊ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു. നൈറ്റ് എന്ത് ചെയ്യും? ശരി, അതൊന്നല്ലേ ഞാനും ചോദിച്ചു. എനിക്കറിയില്ല. ഏതായാലും നമ്മളൊരു വീക്ക് ഇവിടെ അല്ലേ, അപ്പൊ നമുക്ക് ഷോപ്പിൽ പോയിട്ട് ഫുഡ് ഉണ്ടാക്കാനുള്ള തിങ്സ് ഒക്കെ വാങ്ങാം. എന്നിട്ട് ഇവിടെ തന്നെ ഫുഡ് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, നമുക്ക് ഷോപ്പിൽ ഇപ്പൊ തന്നെ പോവാം. നീ വേണ്ടോ? റെഡി ആയിട്ടോ? ഓക്കെ. ഏത് വെച്ചിട്ട് എടുക്കുക? വെറുതെ അമ്മ ഷോപ്പിങ്ങിന് കൂടെ വരായിരുന്നു. ഇഷ, ടൊമാറ്റോ വേണോ? ആ, എടുത്തോ. ഓക്കെ. A few moments later. വെജിറ്റബിൾസ് ഒക്കെ മതി. നമുക്കിനി നൂഡിൽസും മസാലാസും ഒക്കെ ഒന്ന് നോക്കാം. ഓക്കെ. ശിവ, ഈ നൂഡിൽസ് പോരെ? ഓ, കപ്പിൾസ് ആണല്ലേ. സോറി ഫോർ ഡിസ്റ്റർബ്. ഞങ്ങള് വേറെ ഒരാളെ നോക്കി വന്നതാ. ഞാനൊരുത്തന്നെ ഇവിടെ നിൽക്കുന്നു. അവര് കിസ് ചെയ്യുന്നത് പോലും സ്റ്റോപ്പ് ചെയ്യണ്ടല്ലോ ദൈവമേ. എടാ, ഇങ്ങോട്ട് പാടാ. എന്തിനാണ് നീ അവളെ ഡിസ്റ്റർബ് ചെയ്യുന്നത്? വാ, ഒന്ന് അവളെ കണ്ടുപിടിക്കാം. എടാ, ഞാൻ ആദ്യമായിട്ടാ കിസ് നേരിട്ട് കാണുന്നേ. ഞാനും ായിരാന്ന് തോന്നുന്നു. നിങ്ങളൊക്കെ എന്ത് പണി നോക്കിക്കോളാം. വന്നവരെ കണ്ടുപിടിക്കാൻ നോക്കും. സോറി ഇഷ, പെട്ടെന്ന് അവർ വന്നപ്പോ അവരുടെ നിന്ന് രക്ഷപ്പെടാൻ. സോറി അഗൈൻ. എനിക്ക് മനസ്സിലായി. അവര് വന്നപ്പോ അവര് നമ്മളെ കാണാതിരിക്കാൻ വേണ്ടി ചെയ്തതല്ലേ? വേഗം ഇതെല്ലാം ബില്ലിട്ടിട്ട് പോവാം. ചേട്ടാ, അതൊക്കെ വേഗം ബില്ലിട്ട് തരുമോ? ആ, ഇങ്ങോട്ട് തന്നോളൂ. A few moments later. ഹലോ ഇഷ മാഡം, എന്താ ആലോചിച്ചോണ്ടിരിക്കുക? സ്ഥലത്ത് ഇറങ്ങി. എന്താ? അല്ല തന്നെ, നീ ഈ ലോകത്തൊന്നും അല്ലേ? സ്ഥലത്തി ഇറങ്ങി. സ്ഥലം എത്തിയല്ലേ? ആ. ശിവ, എന്തേ? ആക്ച്വലി അതിന്റെ ഫസ്റ്റ് കിസ് ആയിരുന്നു. ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുമ്പോ നീ ചിരിക്കണം. സോറി, നീ പറയുന്ന രീതിയൊക്കെ ചിരിച്ചു. ശിവ, കളിക്കല്ലേ, ഞാൻ സീരിയസാ. സോറി, ഫസ്റ്റ് കിസ് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് നന്നായി അറിയാം. പെട്ടെന്ന് അവർ വന്നപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തു പോയതാ. അല്ല, ഞാൻ എന്തിനാ കിസ് ചെയ്തെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് നീ എനിക്ക് ഒരു കിസ് അടിച്ചില്ലേടി? അപ്പൊ അതൊന്നും പ്രോബ്ലം അല്ലേ? അപ്പൊ നീ അതിന് എന്നോട് സോറി പറയണ്ടല്ലേ? അത് എന്റെയും ഫസ്റ്റ് കിസ് ആയിരുന്നു. സോറി. നമ്മളെ രണ്ടാളും പരസ്പരം സോറി പറഞ്ഞ സ്ഥിതിക്ക് ഈ പ്രോബ്ലം നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നു. ഇഷ, അത് മറന്നേക്ക്. അതൊരു ആക്സിഡന്റ്. ഓക്കെ, മറന്നേക്ക്. എടാ, അവനെന്തിനാ നമ്മളെ ഫോളോ ചെയ്യുന്നേ? അതന്നെ, നമ്മളൊന്നും ചെയ്തില്ലല്ലോ. ഏതായാലും നാട്ടിൽ ചെന്നിട്ട് അതിനെപ്പറ്റി ആലോചിക്കാം. ആ, അതാ നല്ലത്. അയ്യടി മോളെ, എല്ലാ ഷോപ്പിംഗ് ബാഗും എൻ്റെ കയ്യിലാണല്ലേ? പുറത്ത് നിന്ന് ഇതുവരെ ഞാൻ കൊണ്ടുവന്നു. ബാലൻസ് നീ കൊണ്ടുപോക്കും. എടാ, ഹോൾ വരെ വന്നില്ലേ? അത് നീ തന്നെ ഉണ്ട് കിച്ചണിൽ വെക്ക്. അയ്യടാ, ബാക്കി നീ കൊണ്ടുപോയാ മതി. എന്റെ നല്ല ശിവയല്ലേ, പ്ലീസ്. ഒരു പ്ലീസും ഇല്ല. എന്നാ കൊണ്ടുപോ. പട്ടി. എന്താ? പോട്ടേന്ന് പറയായിരുന്നു. ഓ, ചെല്ലു ചെല്ലു. ശിവ, എന്തായി? വാ. പറ. ഈ സാധനമൊക്കെ വാങ്ങിച്ചാൽ മാത്രം മതിയാ? എടുത്തേക്കണ്ടേ? വെക്കണം. അതിന് നീ എന്നെ വിളിച്ചേ?
കളിക്കാം. എന്ത്? ഓ, ഇതൊക്കെ എടുത്തു വെക്കാൻ നീ എന്നെ സഹായിക്കണമെന്ന്. ആ ഓക്കെ. ഹാവ്, അങ്ങനെ കഴിഞ്ഞു. ആ അതെ, കഴിഞ്ഞു. അല്ല, ഇപ്പൊ സമയം എന്തായി? ഇപ്പോ കറക്റ്റ് 6 ആഹാ, ഈ നൈറ്റിലേക്കുള്ള ഫുഡ് ഉണ്ടാക്കണ്ടേ? എടി, ഇപ്പൊ 6 മണി ആയതല്ലേ ഉള്ളൂ, ഇപ്പൊ തന്നെ ഫുഡ് ഉണ്ടാക്കണോ? അതിന് ആര് പറഞ്ഞു ഇപ്പൊ തന്നെ ഫുഡ് ഉണ്ടാക്കാൻ പോവാന്ന്? നീയല്ലേ ഇപ്പൊ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് രാത്രിത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കണമെന്നല്ലേ, അല്ലാതെ ഇപ്പൊ ഉണ്ടാക്കണമെന്നല്ലല്ലോ. ഓ ശരിയാണ് ഇഷ മേഡം. നമുക്കൊരു 7 മണിയാകുമ്പോ ഫുഡ് ഉണ്ടാക്കാം. ഓക്കെ. അപ്പോ ഇനി 1 മണിക്കൂർ ഇനി കാണാം. അതെ, ബൈ. ബൈ. എന്തുണ്ടാക്കും? നൂഡിൽസ് ഉണ്ടാക്കിയാലോ? ആ അല്ല ശിവ, അതിന്റെ വല്ല മൂവി ഉണ്ടോ? കയ്യിലില്ല, ഫോണിലുണ്ട്. ആ നല്ല തമാശ. കുറച്ച് കഴിഞ്ഞ് ഓർമ്മിപ്പിക്ക്, ചിരിക്കാതെ. ഓ ഈ പെണ്ണ്. ഉം. ഓ ഒന്നുമില്ലേ. ശിവ, ഏത് മൂവിയാ ഉള്ളത്? ട്രെയിൻ ടു ബുസാൻ 2. ഓ, നൂഡിൽസും കൊറിയൻ മൂവിയും. ആഹാ, അന്തസ്. സത്യം. അല്ല, നീ ഏത് നൂഡിൽസാ വാങ്ങിയത്? തടാ, ഇതാണ് ഞാൻ വാങ്ങിയത്. കൊള്ളാലോ. അല്ല മോളെ, എനിക്ക് ഉണ്ടാക്കാൻ അറിയാവോ? ഇല്ല. ആ ബെസ്റ്റ്. അങ്ങനെ കഴിഞ്ഞു. ആ അതെ, അങ്ങനെ കഴിഞ്ഞു. എടാ, ഇപ്പൊ ഫുഡ് കഴിക്കണോ അതോ മെല്ലെ കഴിച്ചാൽ മതിയോ? ഈശ, നമുക്ക് ആദ്യം മൂവി തിയേറ്ററിൽ നടക്കാം, എന്നിട്ട് മൂവി നമ്മൾ ഫുഡ് കഴിക്കും. ആ ഓക്കെ, നമുക്ക് ആദ്യം പോയി അത് സെറ്റാക്കാം. അത് തന്നെ, കമോൺ. ശിവ, എല്ലാം സെറ്റല്ലേ? മൂവി പ്ലേ ആവുമ്പോ പ്രോബ്ലം ഒന്നും വരില്ലല്ലോ അല്ലേ? ഏയ് പ്രോബ്ലം ഒന്നുമില്ല. എന്നാ ഓക്കെ, ഞാൻ പോയി നൂഡിൽസ് എടുത്ത് തരാം. ഓക്കെ. A few moments later. ശിവ, എന്നാ നൂഡിൽസ്. ഓ താങ്ക് യു. മൂവി പൊളിയായിരുന്നല്ലേ? സത്യം. ഇഷ, ടൈമായി, കിടക്കുന്നില്ലേ? ശരിയാ. അപ്പൊ ബൈ, ഗുഡ് നൈറ്റ്, മോർണിംഗ് കാണാം. അപ്പം കാണാം. ഗുഡ് നൈറ്റ്. അവൾ ഡാർക്കെന്ന് വന്നപ്പോ രാവിലെ എനിക്ക് തോന്നിയില്ല, പക്ഷെ നൈറ്റ് ആയപ്പോ എനിക്ക് നന്നായി തോന്നുന്നുണ്ട്. ആ ഫോട്ടോയിലെന്തോ വശവശമുണ്ടല്ലോ, അതിന്റെ നോട്ടം ശരിയില്ല. ഏതായാലും ലൈറ്റ് ഉണ്ടല്ലോ, ലൈറ്റ് ഓൺ ചെയ്ത് വെച്ച് ആ ഫോട്ടോ തിരിച്ചു വെച്ചിട്ട് കിടക്കാം. എന്നെ കാത്തോണേ ദൈവമേ.